അമ്മേ ഞാൻ പോയിട്ട് വരാം. മുതലാളി തന്ന പച്ചില മരുന്ന് കൊടുക്കാൻ മറക്കല്ലേ. ശരി അമ്മേ. വേഗം പോടാ മോനെ. അയ്യോ ഓ എൻ്റെ പാൻറ് കഴിഞ്ഞു. അയ്യോ അമ്മേ. അയ്യോ ദൈവമേ, ഇത് ബസ് കിട്ടിയാൽ മതിയായിരുന്നു. മണിയമ്മ ബസ് പോയോ? അത് തിരിച്ചും പോയല്ലോടാ. നീ എപ്പോഴും ഇങ്ങനെ തന്നല്ലോടാ. ഈ ചെറുക്കന്റെ കാര്യം കഷ്ടം തന്നെ. അയ്യോ ഒരു ലിഫ്റ്റ് ഒന്നും കൂടെ കൊണ്ടുപോകും. ഒന്ന് നിർത്തോ. ഓ ഇന്നും സാറിൻ്റെ നടി ഉറപ്പ്. മാമ സമയം എത്രയായി? നീയൊക്കെ എന്തിനാടാ സ്കൂളിൽ പോണേ? നിന്റെ തന്തേ പോലെ നാട് വിട്ട് പോടാ. ഓ ആ സമയത്ത് ഞാൻ റോക്കറ്റ് വിട്ടാ മതിയായിരുന്നു. ഓ എടോ തന്തേ, നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഇറങ്ങിക്കോളും കറുത്ത കണ്ണടയും വെച്ച് എന്റെ കാശ് മുടിക്കാൻ. മാറടാ അങ്ങോട്ട്. താങ്ക്സ് ഡാ. ഓക്കേ. ഇവിടെ വാടാ. നീ എന്തിനാ കാണുന്ന വേണ്ടിക്കെല്ലാം വട്ടം ചാടുന്നത്? സ്കൂളിലത്തെ വൈകി സർ. നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിനക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 80% ഉണ്ട് സർ. കേറിക്കോ. വേണ്ട. കേറടാ. ഒന്ന് ആഞ്ഞു തരടാ. ഒരെണ്ണം. ഹലോ ചേട്ടാ ടാറ്റാ. എനിക്ക് എന്നത് കിട്ടണം. എന്താ നിന്റെ പേര്? ഗോപകുമാർ. ഇന്ന് ഈ സമയത്താണോ ഗോപകുമാർ സ്കൂളിൽ പോകുന്നത്? റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞെത്തുമ്പോൾ വൈകും സാർ. അമ്മയെ സഹായിക്കാൻ പോകുന്നതാ. നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഞങ്ങളെ കളഞ്ഞിട്ട് പോയി. ഗോപ ഇങ്ങ് വന്നേ. വേണ്ട സാർ. ഇത് വെച്ചോ. വേണ്ട. വെക്കടാ. നിങ്ങൾ പേടിക്കണ്ട ഇഷ്ടാ. ഈ പോലീസുകാരൊക്കെ വലിക്കുന്നവരാ. നീ എന്തോ അയാളുടെ വണ്ടി കയറി പോന്നത്? അതിന് തടിക്കെന്താ? അമ്മേ. ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ പയ്യന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. താൻ എന്തൊരു ദുഷ്ടനാടോ. സോറി സർ, എനിക്കറിയില്ലായിരുന്നു. മിടുക്കനാ ചെക്കൻ. സ്വയം അറിയാതെ ക്യാരിയർ ആവുമായിരുന്നു. എന്തായാലും നമ്മളായിട്ട് ഇനി അവൻ്റെ ഭാവി കളയരുത്. പക്ഷേ ശങ്കര മുതലാളി പിടിപാടുള്ളവനാ. ആ പിടിയൊന്ന് മുറിക്കാൽ മതി, ശങ്കരനും കുടുങ്ങും. ശ്യാമലേ മീനാക്ഷി സുന്ദരി
അമ്മ എന്താടാ ഗോപ, എന്താടാ പറ്റിയേ? 2 ദിവസമായി നല്ല വേദന. ആ റാണി ടീച്ചറാ ആശുപത്രി കൊണ്ടുപോയത്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? കേൾവി കുറവുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ഭഗവതി, കല്യാണിയോടും മോനോടും ആണല്ലോ അവിടുത്തെ പരീക്ഷണങ്ങൾ. ആ ശങ്കരൻ മുതലാളി ഉള്ളതുകൊണ്ട് എൻ്റെ ഗുളികയുടെ കാര്യം മുടങ്ങുന്നില്ല. ആ ശങ്കരനാ കല്യാണി നിങ്ങളെ ചതിച്ചത്. സാർ, ഇവിടെ ഇരിക്കാൻ കസരൊന്നുമില്ല. വേണ്ട ഗോപ, ഞങ്ങളിവിടെ നിൽക്കാം. കല്യാണി, ആ ശങ്കരൻ നിങ്ങളെ സഹായിച്ചതല്ല, ഉപയോഗിക്കുകയായിരുന്നു. സാർ, അതേ അമ്മേ, അയാൾ തന്നുവിടുന്ന പച്ചില മരുന്നെല്ലാം കഞ്ചാവായിരുന്നു. എൻ്റെ പൊന്നു സാറേ, ഞങ്ങളെ കൊണ്ടുപോകരുത്. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്കറിയാം. അതുകൊണ്ടാണ് ഗോപകുമാർ രക്ഷപ്പെട്ടതും ശങ്കരൻ മുതലാളി കുടുങ്ങിയതും. സാർ, കുട്ടികളെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അയാളിപ്പോൾ അഴിക്കുള്ളിലാണ്. എങ്കിൽ ഇനി അയാളുടെ ആൾക്കാർ ഞങ്ങളെ വെറുതെ വിടില്ല. അവർക്ക് മുന്നിലേക്ക് നിങ്ങളെ ഞങ്ങളും വിട്ടുകൊടുക്കില്ല. സാറേ, രണ്ടാളെയും കൂടെ നമുക്കങ്ങ് കൊണ്ടുപോയാലോ? പേടിക്കണ്ട. ഓഫീസർ കേഡറിലുള്ള ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്നുണ്ട്. ഗോപകുമാറിൻ്റെ പഠനവും കല്യാണിയുടെ ചികിത്സാ ചെലവും അവർ നോക്കിക്കൊള്ളും. ഇത് മേടിക്കണം. ഭാര്യയുടെ സ്വർണ്ണവള വിറ്റ് കിട്ടിയ കാശ. അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ പുറപ്പെടാം. വാങ്ങിച്ചോ? അറിയാതെ കുറ്റം ചെയ്യുന്നവനല്ല, അവനെക്കൊണ്ട് കുറ്റം ചെയ്യിപ്പിക്കുന്നവനാണ് പ്രതി. എടോ മുജീബേ, താൻ പോണില്ലേ? മനസ്സ് വരുന്നില്ല സാർ. ഒന്നുമില്ലെങ്കിലും കുറേയേറെ സഹായങ്ങൾ മേടിച്ചതല്ലേ ഈ കൈകളിൽ നിന്ന്. എന്നാലും പോലീസുകാരൻ്റെ കല്ലുപോലുള്ള തൻ്റെ മനസ്സലിയാൻ
കുറേ കാലം എടുത്തു. അതിപ്പോ എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ അല്ലേ മുജീബ്? എന്നാലും ആരായിരിക്കും ആ ബില്ലടച്ചത്? ഇനി താനാണോ? എന്തായാലും അത്രയും കാശ് കളയാനുള്ള ആലി വന്ന് എൻ്റെ മനസ്സിന് വന്നിട്ടില്ല സാർ. അയ്യോ, ഡോക്ടറാണല്ലോ. സാറിനിപ്പോ എങ്ങനെയുണ്ട്? സുഖം. ഹൃദയം കീറി മുറിച്ചിട്ട് പിന്നാലെ വന്ന് തലോടുന്ന ഡോക്ടർമാർ കുറവായെന്ന് അതിശയമായത്. അതും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉടമ. പറയാതിരിക്കാൻ വയ്യ, പ്രതീക്ഷയ്ക്കും അപ്പുറമാണ്. ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ടമ്മേ, ഞങ്ങൾ ചായ കുടിക്കാറില്ല. ഇത് എൻ്റെ അമ്മയാണ്. എന്നെയും എൻ്റെ മോനെയും സാറിന് ഓർമ്മയുണ്ടോ? സാറ് ഞങ്ങളെയൊക്കെ മറന്നു കാണും. ഞാൻ കല്യാണിയാണ് സാർ. ഇവനെയും സാറ് മറന്നു കാണും. പക്ഷേ ഇവന് സാറിനെ മറക്കാൻ കഴിയില്ല. ഇവൻ എൻ്റെ മകനാണ്, ഡോക്ടർ ഗോപകുമാർ. നിങ്ങളായിരുന്നോ? അപ്പോ KK ഹോസ്പിറ്റൽ എൻ്റെ അമ്മയുടെ പേരിൽ തുടങ്ങി. വളരെ പെട്ടെന്നായിരുന്നു വളർച്ച. 4-5 വർഷം കൊണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റിയുമായി. ഇതേ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ഉണ്ട്. നന്നായി. ബില്ലൊടുക്കിയ തുക ട്രസ്റ്റിന് തന്നെ ഇരിക്കട്ടെ. വേണ്ട സാർ, അത് ഞങ്ങളുടെ പട്ടിണിയുടെ വിലയാണ്. ഒരിക്കലും തരരുത്. അസുഖമൊക്കെ വാക്കുകളില്ല സർ. രോഗം മാറ്റിയതോടൊപ്പം മകന്റെ ജീവിതവും ഈ നിലയിലെത്തിച്ച സാറിനെ ഞങ്ങൾ എല്ലായിടവും തിരഞ്ഞു. ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഒന്നും പറഞ്ഞു തന്നില്ല. പ്രത്യുപകാരം ഇഷ്ടപ്പെടാത്ത സാറിന് അവർ നൽകിയ വാക്ക് പാലിച്ചു. ഇതൊരു സന്യാസമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു തരം വനവാസം. മയക്കുമരുന്നുകൾ പല വിധത്തിലും ചിലരെയൊക്കെ വഴിതെറ്റിക്കാറുണ്ട്. ആ ജീവിതങ്ങളെ നേർവഴിക്ക് നയിക്കുമ്പോൾ അവർ മാത്രമല്ല, ഈ ലോകം തന്നെ നന്നായി വരും. മോനെ, പ്രത്യുപകാരമാണല്ലേ? അയ്യോ അല്ല, എന്ത് ചെയ്താലും പ്രത്യുപകാരമാവില്ലെന്നറിയാം. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ നന്മ, അത് ചിലപ്പോ ഒരു തണലാകാം. അന്നു ഞാൻ കണ്ട